നമസ്കാരം, ഫുട്ബോൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർട്ടിൻ സുബിമെൻഡി ടു ആർസണൽ ഈസ് ഹാപ്പനിങ് എന്നുള്ള രീതിയിലാണ് ഫാബ്രീസിയോ ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രസ്റ്റബിളായ സോഴ്സുകളിൽ നിന്നെല്ലാം വാർത്ത വരികയാണ്. ആർസണൽ സുബിമെൻഡിയുടെ റിലീസ് ക്ലോസ് സമ്മറിൽ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോഴേ പ്ലെയറുമായിട്ട് പേഴ്സണൽ ടൈംസ് അഗ്രിമെൻറ്റിൻ്റെ ടോക്സ് തുടങ്ങി എന്നുള്ള കാര്യമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മാർട്ടിൻ സുബിമെൻഡിനെ വളരെ ഹൈലിയാണ് അർട്ടേറ്റയും അതുപോലെ തന്നെ ആർസണലിൻ്റെ മാനേജ്മെൻറ്റും റേറ്റ് ചെയ്യുന്നതെന്നും അതുകൊണ്ട് തന്നെ മാർട്ടിൻ സുബിമെൻഡിക്ക് വേണ്ടി സമ്മറിൽ കൊണ്ടുവരാനായിട്ട് ഇപ്പോഴേ നീക്കങ്ങൾ അവർ ആരംഭിച്ചെന്നുമാണ് റിപ്പോർട്ടുകൾ വരുന്നത്. നമുക്കറിയാം മാർട്ടിൻ സുബിമെൻഡി ഓൾമോസ്റ്റ് എല്ലാ ടീമുകളും ഇപ്പോൾ ഫബ്രീസിയോ റീസെൻ്റ്ലി ഒരു പോഡ്കാസ്റ്റിൽ പറയുകയുണ്ടായി, എല്ലാ ടീമുകളുടെയും വേൾഡ് ഫുട്ബോളിലുള്ള എല്ലാ ടോപ്പ് ടീമുകളുടെയും എന്താ പറയുക ഇന്റർണൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പേര് ഏതാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഫബ്രീസിയോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞ പേര് സുബിമെൻഡിയാണ്. ഓൾമോസ്റ്റ് എല്ലാ ക്ലബ്ബുകളും സുബിമെൻഡി സുബിമെൻഡി എന്ന് പറയുന്ന പ്ലെയറിനെ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്രയ്ക്കും ഹൈലി റേറ്റ് ചെയ്യുന്ന പ്ലെയറാണ്. ഒരു 60 മില്യൺ യൂറോസിൻ്റെ റിലീസ് ക്ലോസേ ഉള്ളൂ. ഈ ഒരു സിറ്റുവേഷനിൽ ഇറ്റ്സ് എ റിയലി എന്നാ പറയുക, ഒരു സ്റ്റീൽ എന്ന് തന്നെ പറയാം ഇത്ര ഹൈ ക്വാളിറ്റി പ്ലെയറിന് 60 മില്യൺ യൂറോസ്. നമുക്കറിയാം ലാസ്റ്റ് സമ്മറിൽ വളരെ ക്ലോസ് ആയിരുന്നു ലിവർപൂളുമായിട്ട് ഒരു ടേംസ് അഗ്രി ചെയ്യുന്നതിന്. ലിവർപൂൾ വരെ വന്ന് ഫോട്ടോഷൂട്ട് വരെ നടത്തിയെന്ന് പറഞ്ഞ റൂമറുകളുണ്ടായിരുന്നു. പിന്നീട് തിരിച്ചു പോയതിനു ശേഷമാണ് മനസ്സ് മാറിയെന്നൊക്കെ കേട്ടു. ലിവർപൂള് വീണ്ടും നമ്മൾ നോക്കുവാണെങ്കിൽ എങ്ങനെ ലിവർപൂൾ ആ ഡീലിൽ നിന്ന് ലാസ്റ്റ് മൊമെന്റ് തന്നെ എനിക്ക് അവിടെ തന്നെ നിന്നാൽ മതി, സൊസൈറ്റി തന്നെ നിന്നാൽ മതി, സൊസൈറ്റിയുടെ പ്രഷർ ടാറ്റിക്സ് ഒക്കെ വർക്ക് ചെയ്തു, ആൾ പോകുന്നില്ല എന്നൊരു ഡിസിഷനൊക്കെ എടുത്ത് അവിടെ നിൽക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ടുകൾ വന്നു. പിന്നെ ഒരു വർഷമേ കഴിഞ്ഞുള്ളൂ, ഈ സീസൺ എൻ്റെ ആകുമ്പോഴേക്കാൾ മൂവ് ഓൺ ചെയ്യാൻ തീരുമാനം എടുത്തായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ലിവർപൂൾ ലാസ്റ്റ് സീസൺ താരത്തിന് നല്ലൊരു ഓഫർ ഫ്രണ്ട് വെച്ചാണ്, കൂടാതെ റിലീസ് ക്ലോസ് പേ ചെയ്യാൻ റെഡിയായിരുന്നു എന്ന് റിപ്പോർട്ട് കേൾക്കുന്നുണ്ട്. മറ്റു റൂമർ എന്താണെന്ന് വെച്ചാൽ റിലീസ് ക്ലോസിനേക്കാൾ ഒരു 4-5 മില്യൺ കുറച്ച് പേ ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് ലിവർപൂൾ ശ്രമിച്ചെന്നും അത് പ്ലെയറിനെ ഫ്രസ്ട്രേറ്റ് ചെയ്തായിരുന്നു എന്നുള്ള രീതി വാർത്തകൾ കേൾക്കുന്നുണ്ട്. മേ ബി പുള്ളിയുടെ സാലറി ഡിമാൻഡ്സ് മീറ്റ് ചെയ്ത് കാണത്തില്ല, എന്ത് വേണേലും ആവാം, നമുക്കറിയത്തില്ല. ഇപ്പോൾ സുബിമെൻഡി ഡീലിൽ ചിലപ്പോൾ റയൽ മാഡ്രിഡ് ഇൻട്രസ്റ്റഡ് ആയേക്കാം എന്നുള്ള രീതി റൂമറുകൾ വരുന്നുണ്ട്. ബട്ട് റയൽ മാഡ്രിഡ് ഇന്റർണലി ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്ലെയറാണ് സുബിമെൻഡി. നെക്സ്റ്റ് സീസൺ ചാബി അലോൺസോ വരുന്നെങ്കിൽ ചാബി അലോൺസോയുടെ വൺ ഓഫ് ദ പ്രയോറിറ്റി ടാർഗറ്റ് ആയിരിക്കും എന്ന റിപ്പോർട്ടുകൾ കേട്ടിരുന്നു. ഈ ആർസണൽ ഡീലിൽ പുൾ ഓഫ് ചെയ്യുവാണെങ്കിൽ, അതോ ആർസണൽ ഡീലിൽ സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ റയൽ മാഡ്രിഡ് ഇനി അപ്കമിങ് ഡേയ്സ് എല്ലാം പെട്ടെന്ന് ടോക്സ് തുടങ്ങുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. പക്ഷേ ആസ് ഓഫ് നൗ എവറിത്തിങ് ഇൻഡിക്കേറ്റ് സുബിമെൻഡി ആർസണലിലോട്ട് തന്നെയാണ് അടുക്കുന്നത്. പുള്ളിക്കും താല്പര്യം ഉണ്ടെന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. ആർട്ടേറ്റയായിട്ടുള്ള ടോക്സ് നടത്തിയെന്നും കേൾക്കുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്കേൽ മെറീനോ ഓൾറെഡി അവിടെ ഉണ്ട്, മേ ബി അത് ഹെൽപ്പ് ചെയ്യാം. അതുപോലെ തന്നെ മുൻ സൊസൈറ്റി പ്ലെയർ കൂടിയാണ് ഒഡിഗാർഡ്. വി മൈറ്റ് സി ഒഡിഗാർഡ് സുബിമെൻഡി മിക്കേൽ മെറീനോ മിഡ്ഫീൽഡ് 3 അല്ലേ, സൊസൈറ്റി ട്രയോ. നമുക്ക് നോക്കാം, എന്തായാലും സൂപ്പർ സൈനിങ് ആയിരിക്കും ആർസണൽ പുൾ ഓഫ് ചെയ്യാനാണെങ്കിൽ. അവിടെ നമ്മൾ മറ്റൊരു അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിലും നമ്മുടെ എറിക് ടെൻ ഹാഗ് എണ്ണം ചിലപ്പം തിരിച്ച് മാനേജ്മെന്റിലോട്ട് വന്നേക്കാം എന്നാണ് പ്ലെറ്റൻബർഗൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. റിപ്പോർട്ടുകൾ നമ്മൾ നോക്കുവാണെങ്കിൽ ബൊറൂസിയ ഡോർട്ട്മുണ്ട് ഇപ്പോൾ ലീഗിൽ അധികം നല്ല രീതിയിലല്ല പോകുന്നത്. 8ാം സ്ഥാനത്താണ് അവർ. നമ്മൾ നോക്കുകയാണെങ്കിൽ 16 കളിയിൽ നിന്ന് 25 പോയിന്റ് 8ാം സ്ഥാനത്താണ്. നൂറി സാഹിന്റെ കാര്യം പറയാനായിട്ടാണെങ്കിൽ അസ് ഓഫ് നൗ ആള് സാക്ഡ് ആകുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇന്റേണലി അവരുടെ മാനേജ്മെന്റ് പുള്ളിനെ സാക്ക് ചെയ്യുന്നതിന്റെ കാര്യത്തിൽ മേ ബി ഡിസിഷൻ ഉടനെ എടുത്തേക്കാന്നുള്ള രീതി റൂമറുകൾ കേൾക്കുന്നുണ്ട്. ഇനി 1-2 റിസൾട്ട് അവർക്ക് മോശമായിട്ട് പോവുകയാണെങ്കിൽ. കഴിഞ്ഞ ദിവസത്തെ ലെവർകൂസൻ ബൊറൂസിയ ഡോർട്ട്മുണ്ട് മാച്ച് കാണാനായിട്ട് സിഗ്നൽ ഇഡുന പാർക്കിൽ എറിക് ടെൻ ഹാഗ് വന്നിട്ടുണ്ടായിരുന്നു. എറിക് ടെൻ ഹാഗുമായിട്ട് അവരുടെ മാനേജ്മെന്റ് ടോക്സ് നടത്തി എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ അഡ്വൈസറായ മത്യാസ് സാമർ, ബൊറൂസിയ ഡോർട്ട്മുണ്ട് അഡ്വൈസർ, പുള്ളിയും ടെൻ ഹാഗും തമ്മിൽ വളരെ നല്ല റിലേഷൻഷിപ്പ് ആണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നൂറി സാഹിൻ സാക്ക് ആവുകയാണെങ്കിൽ എറിക് ടെൻ ഹാഗ് ആയിരിക്കും റീപ്ലേസ്മെന്റ്. അത് ഓൾമോസ്റ്റ് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ സാക്ക് ആയിട്ടില്ല, ഏത് നിമിഷവും ചിലപ്പോൾ സാക്ക് ആയേക്കാം. വി മൈറ്റ് സി എറിക് ടെൻ ഹാഗ് കമ്മിങ് ബാക്ക് ടു മാനേജ്മെന്റ് ഉടനെ തന്നെ. ബൊറൂസിയ ഡോർട്ട്മുണ്ട് മാനേജറായിട്ട് എറിക് ടെൻ ഹാഗ് വേഴ്സസ് വിൻസെന്റ് കമ്പനി വേഴ്സസ് ചാവി അലോൺസോ. പൊളി. അവിടുന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടാനായിട്ടാണ് ബാർസലോണയുടെ നമ്മുടെ ലപ്പോട്ട ഇപ്പോൾ ഒരു 1 മണിക്കൂർ 24 മിനിറ്റിൻ്റെ ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയിരുന്നു. അതിലാൾ കുറേ കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. ഞാൻ റിസൈൻ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചവരൊക്കെ അവിടെ ഒരു RFF ലീഗും വിചാരിച്ച ഡിസിഷൻ്റെ പേര് ഞാനൊന്നും റിസൈൻ ചെയ്യാൻ പോകത്തില്ല, അത് വിചാരിച്ചവർ വെറുതെ ഇരിക്കത്തുള്ളൂ എന്നുള്ള രീതിയിൽ പിന്നെ നമ്മൾ കാര്യങ്ങളെല്ലാം സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യലി 1:1 റൂളിലായെന്ന് ആൾ പബ്ലിക്കലി പറഞ്ഞിട്ടുണ്ട്, വിച്ച് ഈസ് എ റിയലി ഗുഡ് തിങ്. ബാർസലോണയ്ക്ക് നല്ലൊരു സമയം തന്നെയാണ്. ഡാനി ഓൾമോ വിക്ടർ രജിസ്ട്രേഷൻ്റെ കാര്യം ഓൾമോസ്റ്റ് സെറ്റാണ്. ടെമ്പററി ആണ്, ഇപ്പോൾ അത് പെർമനന്റ് ആക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. കൂടാതെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ 1:1 നമ്മൾ സൈനിങ് നടത്തുമെന്നും ആൾ പറയുകയാണ്. ഹാറ്റ്സ് ഓഫ് ടു ഹിം. ആള് അറ്റ് ദ എൻഡ് ഇവഞ്ച്വലി എല്ലാം പുൾ ഓഫ് ചെയ്തു. പക്ഷേ നമുക്കറിയാം ഒരു ഡ്രമാറ്റിക് സാഗയായിരുന്നു കഴിഞ്ഞൊരു മാസം. ഒപ്പോണൻസ് പൊളിറ്റീഷ്യനാണ്, ലപ്പോട്ട ഒരു പൊളിറ്റീഷ്യനാണ്, അവരൊരു പൊളിറ്റീഷ്യനാണ്. അവർ ആ ഒരു ഓപ്പർച്യൂണിറ്റി ക്യാപിറ്റലൈസ് ചെയ്യാൻ ശ്രമിക്കും. ലപ്പോട്ടയുടെ പറയേണ്ട ആവശ്യം, ലപ്പോട്ട പൊളിറ്റിക്കൽ കളിയുടെ
ആശാൻ തന്നെയാണ് ലപ്പോട്ട. സോ അവർ കാണിച്ചാൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല. സോ ഇവഞ്ച്വലി അദ്ദേഹം ലപ്പോട്ട വിൻ ചെയ്തു. സോ അവിടുന്ന് ബാർസലോണയുടെ അറോഹോനെ കുറിച്ച് ചോദിച്ചപ്പോൾ അറോഹോൻ്റെ കാര്യം എനിക്കറിയത്തില്ല, ഡെക്കയോട് നിങ്ങൾ ചോദിക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷെ ആൾ സ്ഥിരീകരിക്കുന്നുണ്ട്, എനിക്ക് ആൾ പോകണം എന്നുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ചു എന്നുള്ളൊരു കാര്യം ആൾ സ്ഥിരീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. സോ ഞങ്ങൾക്ക് അറോഹോനെ കീപ്പ് ചെയ്യാനാണ് താല്പര്യം, ഞാൻ ഇനിയും പരമാവധി ശ്രമിക്കും ആളെ കീപ്പ് ചെയ്യാൻ എന്നുള്ള രീതിയിലാണ് ആൾ പറഞ്ഞത്. സോ വിച്ച് മീൻസ് അറോഹോ പോകണമെന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ട്രൂ ആണ്, അതെല്ലാ ടോപ്പ് ജേർണലിസ്റ്റുകളും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് റീസെൻറ്റ് റിപ്പോർട്ടുകൾ പ്രകാരം ഇനിഗോ മാർട്ടിനസ് 4 ആഴ്ചയിലേക്കാണ് ഔട്ടാവുക. സോ അറോഹോൻ്റെ ഈ ഒരു ജാനുവരി മൂവ് ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തേക്കാമെന്ന് റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അറോഹോ ജാനുവരി തന്നെ നീങ്ങണമെന്ന് വീണ്ടും റിക്വസ്റ്റ് ചെയ്തതായിട്ട് റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ബാർസലോണ 70 മില്യൺ ഡിമാൻഡ് ചെയ്യുന്ന യുവൻ്റസ് 50 മില്യൻ്റെ ഒരു പ്രൊപ്പോസൽ വിട്ടു എന്ന് റൂമറുകൾ കേൾക്കുന്നുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി എന്താവും എന്നത്. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറയാൻ മറ്റു കുറേ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. ഇന്ന് രാത്രി കുറേ കിടില മാച്ചുകളുണ്ട്. നമ്മൾ ഇന്നൊരു നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് വേഴ്സസ് ലിവർപൂൾ വാച്ച് അലോങ് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഡു ജോയിൻ ദാറ്റ്.